ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പവർ സിസ്റ്റത്തിലെ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ആണത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എക്സാമ്പിൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ ശ്രമിക്കാം. ഒരുപാട് എക്സാമ്പിൾസ് ഏകദേശം 3-4 തവണയൊക്കെ ചോദിച്ചിട്ടുള്ള അത്തരത്തിലുള്ള, അതായത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിലൂടെ എന്തായാലും കടന്നു പോയിരിക്കണം എന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, in case the height of the transmission tower is increased, which of the following parameters? ഞാൻ ഇവിടെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാതും ഒരു ഡയറക്റ്റ് ആൻസർ ടൈപ്പ് അല്ല. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്ക് നോക്കിയാലോ അല്ലെങ്കിൽ PYQന്റെ ബുക്ക് നോക്കിയാലൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ അതൊരു ടീച്ചറിൻ്റെ സഹായം വേണമെന്നില്ല അത് പഠിക്കാനായിട്ട്. ഈ പിക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ സെലക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം വായിച്ച് മനസ്സിലാവാൻ ഇച്ചിരി പ്രയാസമുള്ളതോ അല്ലെങ്കിൽ കുറച്ചുകൂടി കൺസെപ്റ്റുവലായിട്ട് ചിന്തിക്കേണ്ട രീതിയിലുള്ളതോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാറുടെ ക്വസ്റ്റ്യൻസ് എന്താ വളരെ എല്ലാം ഇച്ചിരി കൂടി ഡിഫിക്കൽട്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഓൾറെഡി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് അല്ലേ. നിങ്ങൾക്ക് പല പല സോഴ്സസ് കിട്ടും, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട്. ബുക്കുകളുണ്ടാവും, അല്ലെങ്കിൽ ടെസ്റ്റുകളുണ്ടാവും, PYQസിൻ്റെ വേറെ പല പല ബുക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമായിരുന്നു. അത് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വൺ വേർഡ് ഇങ്ങനെ വായിച്ച് വിട്ടിട്ട് ടൈം കളയുന്നതിൽ അതിനകത്ത് മീനിങ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പകരം കുറച്ച് സമയമാണെങ്കിലും നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യനുകളിലേക്കുള്ള ഒരു ഓപ്പണിംഗ് തരാൻ സാധിക്കുക, അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാം. ഇൻ കേസ് ദ ഹൈറ്റ് ഓഫ് ദ ട്രാൻസ്മിഷൻ ടവർ ഈസ് ഇൻക്രീസ്ഡ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് ലൈക്ലി ടു ചേഞ്ച്? വെരി വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആക്ച്വലി. ഹൈറ്റ്, ഒരു ട്രാൻസ്മിഷൻ ലൈൻ്റെ ഹൈറ്റ് കൂടും കേട്ടോ. നോക്കൂ, നമുക്കറിയാം അല്ലേ, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഹൈറ്റ്. ട്രാൻസ്മിഷൻ ലൈനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ലൈനിലേക്കൊന്നും ഒരുപാട് ഞാൻ പോകുന്നില്ല. സപ്പോസ് ഇതാണ് ഒരു ട്രാൻസ്മിഷൻ ലൈൻ, ഇവിടെയാണ് ഞാൻ വയർ 3 ഫേസ് പോയിരിക്കുന്നത്. ദിസ് ഈസ് അവർ ഗ്രൗണ്ട് കേട്ടോ. ദിസ് ഈസ് അവർ ഗ്രൗണ്ട്. അടുത്തൊരു ട്രാൻസ്മിഷൻ ലൈനാണ് ഇത്രയും ഉയരത്തിൽ പോകുന്ന ഒരു ട്രാൻസ്മിഷൻ ലൈൻ കേട്ടോ. ഇത്രയും ഉയരത്തിൽ പോകുന്ന ഒരു ട്രാൻസ്മിഷൻ ലൈനാണ്. ഇതാണ് അതിൻ്റെ 3 കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്ന ഒരു കണ്ടക്ടിങ് ബോഡിയാണ്, കറക്റ്റ് അല്ലേ? ഒരു കണ്ടക്ടിങ് മെറ്റീരിയലാണ്, കറക്റ്റ് അല്ല? ഇതിനകത്ത് ഇലക്ട്രോൺസും ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. എർത്ത് എന്ന് പറയുന്നത് അബുണ്ടൻസ് ഓഫ് ഇലക്ട്രോൺസും ഫ്രീ ഇലക്ട്രോൺസും ഉള്ള ഒരു മീഡിയമാണ്, കണ്ടക്ടിങ് മീഡിയം. അപ്പോൾ ഈ എർത്തിനും ഈ കണ്ടക്ടറിനും ഇടയിലുള്ള കപ്പാസിറ്റൻസ് ആണ് അല്ലേ, നമ്മൾ അതിനെ പറയുന്ന പേരാണ് വയർ ടു ന്യൂട്രൽ കപ്പാസിറ്റൻസ്. സിംപ്ലി ന്യൂട്രൽ കപ്പാസിറ്റൻസ് പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ CA എന്ന് പറയാം, CB എന്ന് പറയും. A and B ഇൻഡിവിജ്വൽ കണ്ടക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനിടയിലുള്ള കപ്പാസിറ്റൻസ് കേട്ടോ, ഇതിനിടയിലുള്ള കപ്പാസിറ്റൻസ് ദാറ്റ് ഇസ് കോൾഡ് CAN. ലെറ്റ് ബി CAN. സെയിം ഇതിനിടയിലുള്ള കപ്പാസിറ്റൻസ് ലെറ്റ് ബി CAN ഡാഷ് എന്നിരിക്കട്ടെ, വിച്ച് ഇസ് കോൾഡ് ഒരു കണ്ടക്ടർ ടു ന്യൂട്രൽ ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ആണ് ഞാൻ പറയാം. ബേസിക് ആയിട്ടുള്ള കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ആണ് C = εA/d ആണ്, കറക്റ്റ് അല്ലേ? ഈ D എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടിങ് പ്ലേറ്റ് ആണ്. ഇവിടെ പ്ലേറ്റിന് സമാനമായിട്ട് ആക്ട് ചെയ്യുന്ന 2 ആളുകളാണ്. ഒന്ന് ഒരു കണ്ടക്ടർ, 2 എർത്ത്. ഇതാണ് അതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലിട്ട് ഒന്നുകൂടി വരാം. ഹൈറ്റ് ഓഫ് ദ ടവർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടക്ടറും ഭൂമിയും തമ്മിലുള്ള ദൂരം കൂട്ടുക എന്നാണ് അർത്ഥം. അപ്പം ഡിസ്റ്റൻസ് ആണ് അവിടെ എന്താണെന്നത് കൂടുന്നത്. ദിസ് മീൻസ് ഈ ഡിനോമിനേറ്റർ അങ്ങ് കൂടിപ്പോകുന്നു. ഈ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുന്നു? അങ്ങ് കൂടിപ്പോകുന്നു. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂലാണ് അവിടെ മാറ്റം വരുന്നത്. അഫ്കോഴ്സ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്താവും? കുറയും. മനസ്സിലാണോ? C = ε0A/d. ഡിയുടെ വാല്യൂ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് അഫ്കോഴ്സ് കുറയും. കറക്റ്റ് അല്ലേ? സോ മാറ്റം വരുന്ന ഒരാളെന്ന് പറയുന്നത് ഇവിടെ കപ്പാസിറ്റൻസ് ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ C. വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള ഒരൊറ്റ ആൾക്ക് മാറ്റം വരുന്നില്ല. ഇൻഡക്റ്റൻസിന് വല്ല മാറ്റം വരുന്നോ? ഇൻഡക്റ്റൻസ് മാറ്റം വരണമെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസിൽ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ഡയമീറ്ററിൽ മാറ്റം വരുത്തണം. പക്ഷേ കപ്പാസിറ്റൻസിൽ അഫ്കോഴ്സ് കപ്പാസിറ്റൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. ബട്ട് ടവറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ടവറിൻ്റെ ആൻസർ ദിസ് ഈസ് ദ ആൻസർ. സോ ദ കപ്പാസിറ്റൻസ് വിൽ ബി ദ വേരിയിങ് പാരാമീറ്റർ ഇൻ ദി ട്രാൻസ്മിഷൻ ലൈൻ. പക്കയാണെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തത് നോക്കുക. ദ കപ്പാസിറ്റൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് നെഗ്ലക്റ്റഡ് ഇൻ കേസ് ഓഫ് കപ്പാസിറ്റർ. നമുക്കറിയാൻ പറ്റും ഒരു പക്ക ഒരു പ്യുവർ, അതായത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റെസിസ്റ്റർ ഉണ്ടാവും, ഒരു ഇൻഡക്ടർ ഉണ്ടാവും. ഷണ്ടായിട്ട് നമുക്ക് ഒരു കണ്ടക്ടൻസ് ജീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഒരു കപ്പാസിറ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും.
ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ. മനസ്സിലാണ്ടോ? ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ ഇതങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിലാണ് ഈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂന് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നത്. ഒരു ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ എന്തില്ല? കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നമ്മൾ ഒഴിവാക്കും. ക്ലിയർ ആണോ? കാരണം കപ്പാസിറ്റൻസിൻ്റെ വാല്യൂവിൻ്റെ ഇമ്പാക്ട് ഓഫ് കപ്പാസിറ്റൻസ് വരുന്നത് എപ്പോഴും ലോങ് ട്രാൻസ്മിഷൻ ലൈനിലാണ്. കാരണം ഫെറാൻഡി എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് ലോങ് ട്രാൻസ്മിഷൻ ലൈനിലാണ് സംഭവിക്കുക. ദാറ്റ് ഈസ് ഡ്യൂ ടു ദി കപ്പാസിറ്റൻസ്. മനസ്സിലാണ്ടോ? ഈ കപ്പാസിറ്റൻസ് എങ്ങനെ വന്നതാണ്? ഇറ്റ് ഈസ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത്. അല്ലേ? എർത്തിനും ലൈനിനും ഇടയിലുള്ള ഒരു കപ്പാസിറ്റൻസ് ആണ് ഈ സി എന്ന് പറയുന്നത്. അപ്പോൾ നീളം, കണ്ടക്ടറിൻ്റെ നീളം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ കപ്പാസിറ്റൻസ് ഷണ്ട് അങ്ങനെ ഇൻക്രീസ് ആവാനായിട്ട് തുടങ്ങും. മനസ്സിലാണ്ടോ? ഈ ജി പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയോ? ലീക്കേജ് ആയിട്ടുള്ള കറണ്ടിനെ, ലീക്കേജ് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് ദ കറണ്ട് വിച്ച് ഇസ് നത്തിങ് ബട്ട് ഫ്ലോയിങ് ഫ്രം കണ്ടക്ടർ ടു ടവർ ആൻഡ് ടു ദ ഗ്രൗണ്ട്. മനസ്സിലാണ്ടോ? അല്ലെങ്കിൽ ഇൻസുലേറ്റർ, കണ്ടക്ടറിന് ഇൻസുലേറ്ററിലേക്ക് പോകും. ബിക്കോസ് ഇപ്പോൾ നമ്മളൊരു സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ എടുത്തോ, സസ്പെൻഷൻ ഇൻസുലേറ്ററിൽ ഇങ്ങനെ കണ്ടക്ടർ ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ, ഇപ്പോൾ കണ്ടക്ടറിൽ നിന്ന് ഇൻസുലേറ്ററിലേക്ക് പോയി, ഇൻസുലേറ്ററിൽ നിന്ന് ടവറിലേക്ക് പോയി, ടവറിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലോട്ട് പോകുന്ന കറണ്ട്, ദാറ്റ് ഈസ് ദ ജി. അപ്പോൾ ഈ 4 പാരാമീറ്റർ, ഇതൊരു ക്വസ്റ്റൻ ആണ്. എത്ര പാരാമീറ്റർ ഉണ്ട് ഒരു ലോങ് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞാൽ എത്ര പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റൻ ആണ്. 4 പാരാമീറ്റർ ആണുള്ളത് കേട്ടോ, 4 പാരാമീറ്റർ കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഉള്ളത് പറഞ്ഞാൽ 6 L എല്ലാത്തിലും ഉണ്ടാവും പക്ക, പിന്നെ ജിയും ഉണ്ടാവും, അതെല്ലാത്തിലും ഉള്ളതാണ്. ഷോർട്ട്, മീഡിയം, ലോങ് എല്ലാത്തിലും ഉണ്ട്. ബട്ട് ലോങ്ങിൽ മാത്രം എക്സ്പെക്ട് നമ്മൾ ഷോർട്ടിൽ ഇല്ലാത്ത ആൾ കപ്പാസിറ്റൻസ് ആണ്. ബിക്കോസ് ചെറിയ ട്രാൻസ്മിഷൻ ലൈനിലെ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ്, ഐ റിപ്പീറ്റ്, ദ നമ്പർ ഓഫ് പാരലൽ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് നെഗ്ലിജിബിൾ ആണ്. സോ the answer is nothing but short transmission. The capacitance of a transmission line is neglected in case of a short transmission line. പക്കയാണല്ലോ? പക്കയാണ് സാർ, ഡൗട്ട് ഒന്നും സാർ. അടുത്ത ക്വസ്റ്റ്യൻ. The inductance of a transmission line is minimum when, നമുക്കറിയാം ഇൻഡക്ടൻസിൻ്റെ ഇക്വേഷൻ ബേസിക് ആയിട്ടുള്ള ഒരു സിംഗിൾ ഒരു ഇൻഡക്ടൻസ് പെർ ഫേസ് കേട്ടോ, പെർ ഫേസ് ഇക്വേഷൻ എന്നാണ് 2 × 10⁻⁷ ln അല്ലേ, ln GMD ഡിവൈഡ് ബൈ GMR. കറക്റ്റാണ്. GMR പറഞ്ഞാൽ R ഡാഷ് എന്ന് പറയും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ R ഡാഷ് എന്ന് വിളിക്കാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ചില ബുക്കുകൾ GMD ഡിവൈഡ് ബൈ R ഡാഷ് എന്ന് മാത്രമായിരിക്കും 0.7788 × R അല്ലേ, അങ്ങനെ വേണമെങ്കിൽ കാരണം, അല്ലെങ്കിൽ GMR എന്നും പറയാം. ഒരു കുഴപ്പമില്ല, രണ്ടും ഇങ്ങനെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചോദിക്കില്ല. പ്രോബ്ലം വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങളിപ്പോൾ ഇൻഡക്ടൻസിൻ്റെ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് GMDയും GMR ഒക്കെ തന്നിട്ട് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരിക്കലും ഒരു കാൽക്കുലേറ്ററിൽ അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് വരത്തുമില്ല. ഓഫ് കോഴ്സ് സബ് എഞ്ചിനീയർ പോലും പോലുള്ള എക്സാമിന് പോലും ഇത് ഡയറക്റ്റ് ആയിട്ട് എല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു ഫംഗ്ഷനൊന്നും തന്നിട്ട് നമുക്ക് ചോദിക്കില്ല. പക്ഷെ ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെ വരും. ഇതാണ് ചോദ്യങ്ങൾ. ഇത് കൂടുമ്പോൾ അതെന്ത് സംഭവിക്കും, അത് കൂടുമ്പോൾ ഇതെന്ത് സംഭവിക്കും, അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. സോ നോക്കൂട്ടാ, ഈ ഒരു ഇക്വേഷനിൽ നോക്കൂ, ദ ഇൻഡക്ടൻസ് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് മിനിമം വെൻ, എന്താണ് GMD ഈസ് ഹൈ ആകുമ്പോൾ, GMD ഹൈ ആകുമ്പോൾ മിനിമം ആവുന്നത് അല്ല, GMR ഈസ് ഹൈ. കറക്റ്റ് ആവുണ്ടോ? എന്താണ്? GMR ഈസ് ഹൈ. അതാവണം, അത് ഓക്കെയാണ്, പോസിബിൾ ആണ് കേട്ടോ. ബോത്ത് GMD ആൻഡ് GMR ഹൈ. നോ, GMD ഈസ് ലോ, GMD ഈസ് ലോ ആൻഡ് GMR ഈസ് ഹൈ. വാട്ട് എ വണ്ടർഫുൾ ആൻസർ. സോ ദാറ്റ് ഈസ് മോർ പെർഫെക്റ്റ് ആൻസർ. കറക്റ്റ് ആണോ? GMR ഈസ് ഹൈ ആകുമ്പോൾ ശരിയാണ്, പക്ഷേ GMDനെ മറന്നല്ലോ സാർ അവിടെ. പക്ഷേ ലാസ്റ്റ് ക്വസ്റ്റൻ നോക്കി, ലാസ്റ്റത്തെ ഓപ്ഷൻ ഡി, GMD ഈസ് ലോ ആൻഡ് GMR ഈസ് ഹൈ ആകുമ്പോൾ ഈ മൊത്തം ഇൻഡക്ടൻസിന്റെ വാല്യൂ, ദിസ് ഈസ് നത്തിങ് ബട്ട് മൈ ഡിയർ ഹെൻറി പെർ മീറ്റർ ആണ് കേട്ടോ. ഹെൻറി പെർ മീറ്റർ, പെർ ഫേസ് ഇൻഡക്ടർ ആണ് കേട്ടോ. ഇത് പെർ ഫേസ് ആണ്, പെർ ഫേസ്, ഇതെല്ലാം പെർ ഫേസ് ഇൻഡക്ടർ ആണ്, ഹെൻറി പെർ മീറ്റർ ആണ് കേട്ടോ. പിന്നെ വേറെ ക്വസ്റ്റ്യൻ കൂടി, ഇൻഡക്ടൻസിന് വാല്യൂ ലെങ്തിനനുസരിച്ച് കൂടില്ലേ? അഫ്കോഴ്സ് കൂടും. ലെങ്ത്തിന് ഇപ്പോൾ ഒരു 300 കിലോമീറ്റർ ലെങ്ത്തുള്ള ഒരു കണ്ടക്ടർ, അല്ലെങ്കിൽ 300 മീറ്റർ ലെങ്ത്തുള്ള ഒരു കണ്ടക്ടറിൻ്റെ ഒരു ഇൻഡക്ടൻസ് ഇത്രയാണെങ്കിൽ മറ്റേതിൻ്റെ അത് പ്രപ്പോർഷണൽ ആയിട്ടാണ് കൂടുന്നത്. കാരണം പെർ മീറ്റർ ആണ് നിങ്ങൾക്ക് എപ്പോഴും കണ്ടുപിടിക്കുന്നത്, അത് ഓർത്തിരിക്കണം കേട്ടോ. ഹെൻറി പെർ മീറ്റർ ആണ്, ഹെൻറി പെർ മീറ്റർ ആണ്. കപ്പാസിറ്റൻസും ഫാരഡ് പെർ മീറ്റർ ആണ്, ഫാരഡ് പെർ മീറ്റർ ആണ്. ട്രാൻസ്മിഷൻ ലൈൻ്റെ കപ്പാസിറ്റൻസും നിങ്ങൾ അത് ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്ലിയർ ആണോ? അപ്പോൾ രണ്ടും ലെങ്ത് കൂടുമ്പോൾ കൂടും, ലെങ്ത്തിന് മാറ്റം വരുമ്പോൾ കൂടാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, പക്ക ആൻസർ പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പെർഫെക്റ്റ് ആൻസർ. പക്കയല്ലേ? ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വാട്ട് ഇസ് ദ സർജ് ഇംപിഡൻസ് ലോഡിംഗ്? ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ള ക്വസ്റ്റൻ ആണ്, നോക്കാം. വാട്ട് ഇസ് ദ സർജ് ഇംപിഡൻസ് ലോഡിംഗ് ഓഫ് എ ലോസ്ലെസ് 400 kV 3-phase 50 Hz overhead line of average of surge impedance of 400 ohm?
ആവറേജ് സർജ് ഇംപെഡൻസും ഉദ്ദേശിക്കുന്നത് ആവറേജ് ഓഫ് സർജ് ഇംപെഡൻസ് ഓഫ് 400 ഓഫ്. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? ലോസ്ലെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട്. സോ അത് KVL എന്നാണ് അതിന് പറയുക. ഈ K എന്ന് പറഞ്ഞാൽ കിലോ വോൾട്ട് ആണ് ഇൻഡിക്കേറ്റ് കേട്ടോ. നമുക്ക് സ്മോൾ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ KVA എന്ന് വിചാരിച്ചു പോകും. ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് ദ കിലോ സ്മോൾ ആണ്. സോ KVL എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നോട്ട് ദി കിലോ വോൾട്ട്. ഐ മീൻ KVL പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാവും, വോൾട്ടേജിന്റെ കിലോ റേഞ്ചിലുള്ള റീഡിങ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇത് KVL ആണ് കുറിച്ച് വോൾട്ടേജിൽ അവിടെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. സോ KVL എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് എത്രയാണ്? 400 kV കേട്ടോ. 400 kV. L സ്റ്റാൻഡ്സ് ഫോർ ലൈൻ ആണ്, ലൈൻ വോൾട്ടേജ് ആണ് 400 kV. ഒന്നും തരാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ലൈൻ ആണെന്നാണ് അർത്ഥം. പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഒരു വോൾട്ടേജ് തരില്ലേ നമുക്ക്. ഇറ്റ് ഈസ് എ ലൈൻ വോൾട്ടേജ്. ക്ലിയർ ആണ് കേട്ടോ? ക്ലിയർ ആണ് സാർ. 3 phase ആണ് തന്നിട്ടുണ്ട്. ആൻഡ് സർജ് ഇംപെഡൻസ് ഓഫ് തന്നിട്ടുണ്ട് അല്ലേ? സർജ് ഇംപെഡൻസ് എത്രയും തന്നിട്ടുണ്ട്? സർജ് ഇംപെഡൻസ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് എന്ന് പറയും, നാച്ചുറൽ ഇംപെഡൻസ് പറയും, ഇങ്ങനെ വേണമെങ്കിൽ പറയാം, നോ പ്രോബ്ലം. സോ 400 Ohm ആണ്. സർജ് ഇംപെഡൻസ് ലോഡിങ്ങിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. സർജ് ഇംപെഡൻസ് ലോഡിങ് ഇസ് ഈക്വൽ ടു KVL ദിസ് വോൾട്ടേജ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ZC. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദാറ്റ് മച്ച് മെഗാവാട്ട് ആണ്. ദാറ്റ് മച്ച് എപ്പോഴും മെഗാവാട്ടിലായിരിക്കും. ബിക്കോസ് KVL സ്ക്വയർ ചെയ്യുമ്പോഴേ 10⁻³ സ്ക്വയർ ചെയ്യുമ്പോൾ 10⁻⁶ ആവും. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു മെഗാ. അതുകൊണ്ടാണ് മെഗാവാട്ടിലാണ് എപ്പോഴും അതിൻ്റെ ആൻസർ കിട്ടുക എന്ന് പറയുന്നത്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ KVA, numerator is in KVA, of course it will be in mega, of course. So it will be 400 square into മെഗ ആയതുകൊണ്ട് നമുക്ക് അതിന് ഉൾപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല അല്ലേ? 10⁻⁴ കിടന്നു, കാരണം 10⁻⁶ ആവുമല്ലോ, അത് മെഗയിലേക്ക് മാറുമല്ലോ. 400 സ്ക്വയർ ഡിവൈഡ് ബൈ സിംപ്ലി 400 ചെയ്താൽ മതി അല്ലേ? 400 സ്ക്വയർ ഡിവൈഡ് ബൈ 400 ചെയ്യാം. സോ ദ ആൻസർ വിൽ ബി സിംപ്ലി ഒരു 400 മാത്രമായിട്ട് അവശേഷിക്കും. 400 മെഗാവാട്ട്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഓപ്ഷൻ എ. പക്കയാണ്. ക്ലിയർ ആണ്? ഡൗട്ട് ഉണ്ടല്ലോ? ഡൗട്ടില്ലല്ലോ? സർജ് ഇംപെഡൻസ് ലോഡിങ്ങിൽ ക്ലിയർ അല്ലോട്ടാ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. To increase the capacity of a transmission line for transmitting power, which of the following must be decreased? Very beautiful question. The capacity of a transmission line കൂട്ടാ, ഒരു ട്രാൻസ്മിഷൻ ലൈൻ എടുക്കുന്നു. ഇത്ര ലെങ്ത്തുള്ള ട്രാൻസ്മിഷൻ ലൈൻ എടുത്തു കേട്ടോ. ഓക്കെ, സപ്പോസ് ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ E എടുത്തേ, ഇവിടുത്തെ വോൾട്ടേജ് ഞാൻ V എടുത്തു. ദാറ്റ് ഇസ് സെൻഡിങ് എൻഡ് വോൾട്ടേജ് E എടുത്തേ, റിസീവിംഗ് എൻഡ് വോൾട്ടേജ് ഞാൻ V എടുത്തേ. ഇതിൻ്റെ ഇൻഡക്ടൻസ് ഉണ്ട്, ഇവിടെ വരുന്ന റിയാക്ടൻസ് ഞാൻ X എടുത്തു. X എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഇവിടെ നിന്നുള്ള ടോട്ടൽ റിയാക്ടൻസ് ആണ് X. E എന്ന് പറയുന്നത് സെൻഡിങ് എൻഡ് വോൾട്ടേജ്, V എന്ന് പറയുന്നത് റിസീവിംഗ് എൻഡ് വോൾട്ടേജ്, X എന്ന് പറയുന്നതാണ് റിയാക്ടൻസ്. അങ്ങനെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ടല്ലോ, ട്രാൻസ്മിഷൻ ലൈൻ്റെ കപ്പാസിറ്റി ഓർ ട്രാൻസ്മിഷൻ്റെ ഒരു സ്റ്റെബിലിറ്റി ലിമിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പല രീതിയിൽ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മെഷീൻസിൻ്റെ കേസിലും സെയിം ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്നൊക്കെ പറയാറുണ്ട്. സോ ജനറലി കപ്പാസിറ്റി ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ, വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് കേട്ടോ. കപ്പാസിറ്റി ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ capacity of a transmission line is nothing but, my dear, EV divided by X into sin delta, where delta is equal to angle between E and V. Why? Because E എന്ന് പറയുന്നത് സെൻഡിങ് എൻഡ് വോൾട്ടേജ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് പവർ റിസീവിംഗ് എൻഡിൽ എത്തുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ഇൻഡക്ടൻസ്, ഇറ്റ് കണ്ടെയ്ൻസ് റിയാക്ടൻസ്, ഐ മീൻ കപ്പാസിറ്റൻസ്, എക്സെട്ര, ലീക്കേജ് റിയാക്ടൻസ് എല്ലാം വരും. ഇവരൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴേക്കും ഫേസ് ആംഗിളൊക്കെ തകടം മറിഞ്ഞ് മാറിയിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ 15-20 ഡിഗ്രിയൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് കോൾഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് വി. സോ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കപ്പാസിറ്റി ഓഫ് ദ ട്രാൻസ്മിഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് റിയാക്ടൻസിനെയാണ്, എക്സിനെയാണ്. സോ ദറ്റ് ലൈൻ റിയാക്ടൻസിന് കാരണം എന്താണ്? എക്സലിന് കാരണം എന്താണ്? L omega. So L is the reason. So line indifference is the reason for the capacity of the transmission. വേറെ ഒന്നും ഇവിടെ ഫാക്ടർ ആയിട്ട് വരുന്നില്ല. കപ്പാസിറ്റൻസ്, ടെമ്പറേച്ചർ, റെസിസ്റ്റൻസ് ഒന്നും ഏതെങ്കിലും ഉണ്ട് ഈ ഇക്വേഷനിൽ? ഏതുമില്ല. മനസ്സിലാണ്ടോ? അപ്പോൾ സാറേ ഈ കപ്പാസിറ്റൻസും ഇൻഡക്ടറും ഒക്കെ കൊണ്ടല്ലേ സാറേ ഈ ഡെല്ലൊക്കെ മാറുന്നത്? ശരിയാണ്. സൈൻ ഡെൽ എന്ന് പറഞ്ഞാൽ വളരെ ചേഞ്ചസ്, വളരെ ചെറിയൊരാളാണ് സൈൻ ഡെൽ എന്ന് പറയുന്നത് കേട്ടോ. സൈൻ്റെ ഈ ഡെൽ എന്ന് പറയുന്നില്ല, ഇതിനകത്ത് ഇൻഡക്ടൻസും കപ്പാസിറ്റൻസിൻ്റെയും എഫക്റ്റ് കാരണമാണ് സത്യം പറഞ്ഞാൽ ഇക്കും വിക്കും ഇടയിലുള്ള ആംഗിളൊക്കെ മാറിപ്പോകുന്നത്. ബട്ട് വളരെ
എഫക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആളെന്ന് പറയുന്നത് എക്സ് ആണ്, റിയാക്ടൻസ് ആണ്. മനസ്സിലാണ്ടോ? ദാറ്റ് ഈസ് വൈ വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു ലൈൻ ഇൻഡക്ടൻസ്. ബിക്കോസ് ഓൾസോ ലൈൻ ഇൻഡക്ടൻസ് എപ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കണം. അതിന് അക്രോസ് കപ്പാസിറ്റി, ഐ മീൻ കറണ്ട് കൂടി വരില്ലേ, ഇൻഡക്ടറെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ദിസ് ഈസ് ഓൾ ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് ആണ് അല്ലേ. അപ്പോൾ ഇൻഡക്ടറിൽ അക്രോസ് ഡ്രോപ്പ് ഉണ്ട്. ഐ ഇൻറ്റു എക്സൽ ഒന്നിൽ സംഭവിക്കുമ്പോൾ അടുത്തതിൽ ഐ ഇൻറ്റു എക്സൽ, അടുത്ത ഇൻറ്റു എക്സൽ അതിൻ്റെ അടുത്ത് പരമാവധി ഡ്രോപ്പ് ആയിട്ടാണ് അപ്പുറത്ത് കിട്ടുക. കാര്യം മനസ്സിലാണ്ട, പരമാവധി ഡ്രോപ്പ് ആയിട്ടാണ് നമുക്ക് അപ്പുറത്തേക്ക് കിട്ടുക. ദാറ്റ് ഈസ് വൈ ഇൻഡക്ടൻസ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സ്റ്റെബിലിറ്റി ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ക്ലിയർ അല്ലോട്ടാ? ക്ലിയർ ആണ് സാർ? ഡൗട്ടൊന്നുമില്ല സാർ? ഡൗട്ടൊന്നും ഇല്ല സാർ. അപ്പോൾ ലൈൻ ഇൻഡക്ടൻസ് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഡിസ്റ്റോഷൻലെസ്. എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഡിസ്റ്റോഷൻലെസ്. ഈ ഡിസ്റ്റോഷൻലെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഡിസ്റ്റോഷൻലെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആക്ച്വലി നമുക്കൊരു ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി. ട്രാൻസ്മിഷൻ ലൈൻ ഡിസ്റ്റോഷൻലെസ്, ഒന്ന് ലോസ്ലെസ് ഉണ്ട് കേട്ടോ. ലോസ്ലെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ലോസ്ലെസ് എന്ന് പറഞ്ഞാൽ R is equal to 0 and G is equal to 0. ഡിസ്റ്റോഷൻലെസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഇട്ടാൽ മതി. ഡിസ്റ്റോഷൻലെസ് പറഞ്ഞാൽ മീനിങ് ഇതാണ്. ഒന്ന്, ഫേസ് ഡിസ്റ്റോഷനും ഉണ്ടാവില്ല, നോ ഫേസ് ഡിസ്റ്റോഷൻ, and no frequency distortion. No frequency distortion. So ഈ ഡിസ്റ്റോഷൻലെസ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ലൈൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് RC equal to GL ആണ്. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. ഇതിന് ആക്ച്വലി പ്രൂഫൊക്കെ ഉണ്ട്, ബട്ട് നമുക്ക് പ്രൂഫ് ഒന്നും പഠിക്കണ്ട. ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ കണ്ടീഷൻ മനസ്സിലായി. എന്താ ഡിസ്റ്റോഷൻലെസ് എന്ന് പറഞ്ഞാൽ ഫേസ് ഡിസ്റ്റോഷനും ഫ്രീക്വൻസി ഡിസ്റ്റോഷനും ഇല്ലാത്ത ഒരു ട്രാൻസ്മിഷൻ ലൈനെയാണ് നമ്മൾ ഡിസ്റ്റോഷൻലെസ് എന്ന് പറയുക. ലോസ്ലെസ് എന്ന് പറഞ്ഞാൽ ആറും ഉണ്ടാവില്ല, അതിനകത്ത് ജിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് കണ്ടക്ടർ ആകുമ്പോൾ റെസിസ്റ്റൻസ് ഇല്ലല്ലോ. ജി എന്ന് പറഞ്ഞാൽ ലീക്കേജ് കറണ്ടേ ഉണ്ടാവാത്തൊരവസ്ഥ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇൻസുലേറ്റർ ആണെങ്കിൽ പെർഫെക്റ്റ് ഇൻസുലേറ്റർ, കണ്ടക്ടർ ആണെങ്കിൽ പെർഫെക്റ്റ് കണ്ടക്ടർ. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് ഓഫ് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ. ഡിസ്റ്റോഷൻലെസ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന വേരിയേഷനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫേസിൽ ഉണ്ടാകുന്ന വേരിയേഷനോ ഉണ്ടാവാത്ത ആൾ. സെൻഡിങ് എൻ്റെ ഒരു ഫ്രീക്വൻസിന് 50 ഹെർട്സ് കൊടുത്തു കഴിഞ്ഞാൽ റിസീവിംഗ് എൻഡിലും അനങ്ങാതെ 50 ഹെർട്സ് തന്നെ തരികയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് എ ഡിസ്റ്റോഷൻലെസ്. മനസ്സിലാണ്ടോ? സെൻഡിങ് എൻഡിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഫേസ് ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ അതേത് റിസീവിംഗ് എൻഡിൽ നമുക്ക് കിട്ടാൻ സാധിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വി കോൾഡ് നോ ഫേസ് ഡിസ്റ്റോഷൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു ഐഡിയ ഇതിനെക്കുറിച്ച്. കണ്ടീഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. RC is equal to G/L കേട്ടോ. RC is equal to G/L. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചിലതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും √R/G is equal to L/C. മനസ്സിലാണ്ട്? ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഇത് രണ്ടും സെയിം ആണ്. √. ഇതിനെ സ്ക്വയർ ചെയ്തിട്ടേ രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ RC is equal to GL. കിട്ടിയോ? അത് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. മേ ബി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പ്രൂഫൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. ഇത്രയും പ്രൂഫ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡെറിവേഷനിൽ എത്തേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് ഓർമ്മ തരും. നിങ്ങളിപ്പോൾ പഠിക്കാറുണ്ട്, അപ്പോൾ റെസിപ്രോസിറ്റി, കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ സിമ്മട്രി, A is equal to ABCD പാരാമീറ്ററുള്ള സിമ്മട്രിയാണ് A equal to DL. ഇതിന് പ്രൂഫൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പഠിക്കാറുണ്ടോ? ഇല്ല. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അടുത്ത് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ നോക്കൂട്ടാ. അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ദ കറണ്ട് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ഇസ് ഡ്യൂ ടു. നോ ലോഡ് കണ്ടീഷൻ സമയത്ത് ട്രാൻസ്മിഷൻ ലൈനിൽ കറണ്ട് ഉണ്ടാവാൻ ഒരു കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ ട്രാൻസ്മിഷൻ ലൈനാണ്. അപ്പോൾ നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് ദ ഇക്വാലൻറ്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോങ് ട്രാൻസ്മിഷൻ ലൈനിലേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടാ നോക്കൂ, ഒരു ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ നോക്കിക്കേ, ഇവിടെ ലോഡൊന്നുമില്ല, നോ ലോഡാണ് കേട്ടോ. നോ ലോഡാണ്. ഇവിടെ ഒരു ലോഡൊന്നുമില്ല. കാരണം ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ് കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ഓപ്പൺ സർക്യൂട്ടാണ്. ഈ ഓപ്പൺ സർക്യൂട്ട് ആയാലും ഇവിടുന്ന് കറണ്ടിനെ തരൂ എന്ന് പറഞ്ഞ് വലിക്കാൻ ഒരാൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷണ്ട് ബ്രാഞ്ചിന് മാത്രമേ അത്തരത്തിലൊരു കറണ്ടിനെ അബ്സോർവ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ? ഷണ്ട് ബ്രാഞ്ചിന്. ആ ഷണ്ട് ബ്രാഞ്ചിലെയും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് കപ്പാസിറ്ററാണ്.
ഈ കപ്പാസിറ്ററാണ് സത്യം പറഞ്ഞാൽ നോ ലോഡ് കണ്ടീഷനിലും കറണ്ടിനെ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്ത് കൊണ്ടുപോയി ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഷണ്ട് ഉണ്ടാവും വലിച്ചെടുക്കും, ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു ഷണ്ട് ഉണ്ടാവും വലിച്ചു, ഇവിടെ ഒരു ഷണ്ട് ഉണ്ടാവും വലിച്ചെടുക്കും. ഈ വലിച്ചെടുക്കുന്ന കറണ്ടുകൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. അതെല്ലാം ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഡ്രോപ്പുകൾ ഉണ്ടാക്കി, ഒരു ഇൻഫേസ് ഡ്രോപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ചെറിയ ക്വാണ്ടിറ്റി. പക്ഷെ ഇത് ലോങ് ടേമിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിസീവിങ് എൻ്റെ വോൾട്ടേജ് ഉണ്ടല്ലോ, ഈ സെൻഡിങ് എൻ്റെ വോൾട്ടേജിനെക്കാളും കുറച്ച് കൂടും. ബിക്കോസ് ഓഫ് ദീസ് ഡ്രോപ്സ് ആഡ്സ് അപ്പ് വിത്ത് ദി വോൾട്ടേജ് ദി സെൻഡിങ് എൻഡ്. ഈ സെൻഡിങ് എൻ്റെ വോൾട്ടേജിനെക്കാളും അതിൻ്റെ കൂടെ അത് ആഡായി തുടങ്ങും. ദാറ്റ് ബ്യൂട്ടിഫുൾ എഫക്ട് ഈസ് കോൾഡ് ഫെറാൻഡി എഫക്ട്. ഫെറാൻഡി എഫക്ട്, ഫെറാൻഡി എഫക്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. This has happened in very long transmission line. Long transmission line with no load. With no load. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഫെറാൻഡി എഫക്ട് ആൻഡ് ഹൗ ഓർ വേർ ഇറ്റ് ഹാപ്പൻ? വേർ ഇറ്റ് ഹാപ്പൻ? ലോങ് ട്രാൻസ്മിഷൻ ലൈൻ അണ്ടർ നോ ലോഡ് ഓർ ലൈറ്റ് ലോഡ് എന്നും പറയാം. അണ്ടർ നോ ലോഡ് അല്ലെങ്കിൽ ലൈറ്റ് ലോഡ് എന്ന് പറയാം. വെരി സിവിയർ ആയിട്ട് കാണപ്പെടുന്നത് കേട്ടോ. മീഡിയം ട്രാൻസ്മിഷൻ ലൈനും ഇറ്റ് ഈസ് ദെയർ ബട്ട് നോട്ട് ദാറ്റ് മച്ച് എവിഡൻറ്റ്. ബട്ട് ലോങ് ട്രാൻസ്മിഷൻ ലൈനാണ് ഒരുപാട് കാണപ്പെടുക. സോ അണ്ടർ നോ ലോഡ് കണ്ടീഷൻ കറണ്ട് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ, കറണ്ട് വലിക്കാനുള്ള ആൾ ആരാണ് കേട്ടോ? അണ്ടർ നോ ലോഡ് കണ്ടീഷനിൽ കറണ്ട് വലിക്കാനുള്ള ആളെന്ന് പറയുന്ന ആരാണ്? ആളെന്ന് പറയുന്നതാണ് അണ്ടർ നോ ലോഡ് കണ്ടീഷൻ കറണ്ട് വലിക്കാനുള്ള ആളാണ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ട്രാൻസ്മിഷൻ ലൈൻ. കിട്ടിയുള്ള കഥ കിട്ടി സാർ. അടുത്ത ക്വസ്റ്റ്യൻ, the dash causes a real power loss in the conductor of the transmission line. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പവർ ലോസ് ഉണ്ടാക്കുന്ന ആളാരോട്ടാ? സീരീസ് റെസിസ്റ്റൻസ്. മേ ബി നിങ്ങളെ കുഴയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ എന്താ പറയുക ഇൻഡക്റ്റൻസിന് കൂടി തരാം. ഇൻഡക്റ്റൻസ് ഉണ്ടല്ലോ അതിനകത്ത്. സാർ ഇൻഡക്റ്റൻസ് ഡ്രോപ്പ് ഉണ്ടാവുന്നില്ലേ? റിയൽ പവർ ഡ്രോപ്പ് ഓർ ഡിയർ പവർ ലോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പിന് കാരണം ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം റെസിസ്റ്ററും പറയാം ഇൻഡക്ടറും പറയാം. എടുത്തു പറഞ്ഞിട്ട് റിയൽ പവർ ലോസ്. Real power loss means active power loss. Active power loss means in the form of useful manner. In the form of useful manner means ചൂടിൻ്റെ രൂപത്തിലോ പ്രകാശത്തിൻ്റെ രൂപത്തിലോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഫീൽ ചെയ്യുന്ന ലോസ് ആര് കാരണം ഉണ്ടാകുന്നത്? റെസിസ്റ്റൻസ് കാരണം. സോ ഓപ്ഷൻ ഡി, റെസിസ്റ്റൻസ് is the answer. Simple question. For an ABCD parameter of transmission line, which of the following is correct? Very, very important question. ABCD parameterൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം A equal to D ആകുമ്പോൾ നമ്മൾ പറയും സിമ്മട്രി എന്നാണ് പറയാം. സിമ്മട്രിക് നെറ്റ്വർക്ക്. സിമ്മട്രിക് നെറ്റ്വർക്ക്. ആൻഡ് AD മൈനസ് BC ഈക്വൽ ടു 1 ആകുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിനെ റെസിപ്രോസിറ്റി. റെസിപ്രോസിറ്റി വെരി വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. നമ്മളത് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയത് കണ്ടുപിടിക്കുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി അതിൻ്റെ ആ വലിയ ഇക്വേഷൻസ് നിങ്ങൾക്ക് നോക്കാം. A ഈക്വൽ ടു എന്താണ്, B ഈക്വൽ ടു ഓരോന്നിൻ്റെയും അല്ല ഓരോന്നിൻ്റെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈ മെത്തേഡ്, ടി മെത്തേഡ്, എവറിത്തിങ് ഈസ് ദെയർ. സോ ഫോർ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഇത്രയെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം കേട്ടോ. സോ ദ ആൻസർ ഈസ് AD മൈനസ് BC ഈക്വൽ ടു 1. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എൻ ABCD parameter. So AD minus BC equal to 1. Clear ആണ് sir. The inductance of a single phase 2-wire power transmission line per kilometer gets doubled when the distance between the beautiful question again. നമുക്ക് നോക്കാം ഇൻഡക്റ്റൻസ് ബേസിക് ഇക്വേഷൻ നോക്കാം. ബേസിക് നമ്മൾ 2 × 10⁻⁻7 × ln GMD അല്ലേ ഡിവൈഡ് ബൈ GMR അല്ലേ. GMD എന്ന് പറഞ്ഞാൽ ഡി തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലേ. സപ്പോസ് ഡി തന്നെ എടുക്കാം അല്ലെങ്കിൽ GMD തന്നെ എടുക്കാം. ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് ഏനാ. GMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് സിംപ്ലി GMD എടുക്കാം അല്ലെങ്കിൽ ഡി എന്ന് വേണമെങ്കിൽ എടുക്കാം, നോ പ്രോബ്ലം കേട്ടോ. ഡി ഡിവൈഡ് ബൈ ചില ബുക്കിൽ ഡി ഡിവൈഡ് ബൈ നമുക്ക് ആർ ഡാഷ് എന്ന് കാണാറുണ്ട് കേട്ടോ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് കേട്ടോ. ജോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് നോക്കൂ. ഇനി ഞാൻ എന്ത് ചെയ്യും നോക്കൂ. പറഞ്ഞിരിക്കുന്നത് ഇൻഡെക്സ് ഓഫ് എ സിംഗിൾ ഫേസ് 2-wire power transmission line per kilometer doubled when the distance. സപ്പോസ് ന്യൂ ഇൻഡക്റ്റൻസ് ബി എൽ ഡാഷ് എന്ന് ഞാൻ എടുക്കുകയാണ്. ന്യൂ ഇൻഡക്റ്റൻസ് ബി എൽ ഡാഷ് എന്ന് ഞാൻ എടുക്കുകയാണ്. ആ എൽ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? പഴയതിനേക്കാളും ഡബിൾ ആണ്, 2L ആണ് എന്ന് വെച്ചാൽ എനിക്ക് എഴുതാൻ പറ്റും മക്കളെ. നോക്കൂ, സപ്പോസ് ഐ എം റൈറ്റ് ലൈക്ക് ദീസ് 2 × 10⁻⁻7 × ln GMD dash divided by GMR. ഓക്കെ, പുതിയ ആ ഡിസ്റ്റൻസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഡബിൾ ആവുന്ന ഡിസ്റ്റൻസ് എന്താണ് അതാണ് കണ്ടുപിടിക്കേണ്ടത്.
That is nothing but 2 times 2 into 10 raised to minus 7. മനസ്സിലാണ്ടോ? 2 into 10 raised to minus 7 GMD divided by GMR. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതായത് ഇതാണ് ഒറിജിനൽ ഇൻഡക്റ്റൻസ്. അതിൻ്റെ ഡബിൾ ആകുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം. മനസ്സിലാവുണ്ടോ? അതാണ് ചോദ്യം. 2 into 10 raised to minus 7 2 into 10 raised to minus 7 ക്യാൻസൽ ചെയ്ത് പോയി. ഇവനാണ് മുകളിൽ പോലെ. എല്ലിൻ്റെ പ്രത്യേകം നോക്കിക്കോട്ടാ. എനിക്കിങ്ങനെ എഴുതാൻ പറ്റും. എല്ലാം GMD dash divided by GMR. GMR പറഞ്ഞാൽ R dash കേട്ടോ, ഒന്നുമില്ല. equal to ln GMD divided by GMR the whole square. ക്ലിയർ ആണോ? എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ implies GMD dash divided by GMR equal to GMD square divided by GMR സ്ക്വയർ അല്ലേ? ഒരു GMR ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ കിട്ടും കൂട്ടാ? equal to which implies GMD dash equal to GMD square divided by GMR. കറക്റ്റ് ആണ്. എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ? പുതിയ GMD എന്ന് പറയുന്നത് പഴയതിൻ്റെ സ്ക്വയർ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? സോ ആൻസർ ആണ് വയർ ഈസ് ഇൻക്രീസ്ഡ് ആസ് സ്ക്വയർ ഓഫ് ദ ഒറിജിനൽ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ദ ആൻസർ. കാണുന്നില്ല? ക്ലിയർ ആണോ? സോ വയർ ഈസ് ഇൻക്രീസ്ഡ്. അഫ്കോഴ്സ് ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്തു അല്ലേ? ഡബിൾ ആകുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡിസ്റ്റൻസ് എന്താവുന്നുണ്ട്? ഡബിൾ ആയിട്ട് സ്ക്വയർ ആയിട്ട് മാറും. ഇൻഡക്റ്റൻസ് ഡബിൾ ആകുമ്പോഴേക്കും ഡിസ്റ്റൻസ് എന്താവുകയാണ് ചെയ്യുന്നത്? സ്ക്വയർ ആവുന്നു. സിമ്പിൾ ആയിട്ട് ആൻസർ അത്രേ ഉള്ളൂ. ദ വയർ ഈസ് ഇൻക്രീസ് ആസ് എ സ്ക്വയർ ഓഫ് ദ ഒറിജിനൽ ഡിസ്റ്റൻസ്. പ്രൂവ് ചെയ്തു, അത്രേ ഉള്ളൂ ആൻസർ. വിത്ത് പ്രൂഫ് നമ്മൾ ചെയ്തു. ക്ലിയർ ആവുണ്ടല്ലോ? ക്ലിയർ? ഓക്കെ. D dash is the square of the original distance. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. So option C is the answer. For a transmission line, the open circuit and the short circuit impedances are 20 ohm and 5 ohm respectively. The characteristics impedance of the transmission line. Good. Characteristics impedance in pala equations ഉണ്ട്. Characteristics impedance is equal to root of നമുക്ക് വേണമെങ്കിൽ Z/Y എന്ന് പറയാം കേട്ടോ. Z/Y എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ നാച്ചുറൽ ഇമ്പിഡൻസ് റൂട്ട് ഓഫ് L/C ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈനിൽ. ദിസ് ഈസ് വൺ ഇക്വേഷൻ ആൻഡ് അനദർ ഇക്വേഷൻ ഈസ് ഓർ റൂട്ട് ഓഫ് ZOC ഇൻറ്റു ZSC. ഇതും ഒരു ഇക്വേഷനാണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസിൻ്റെ വേറൊരു ഇക്വേഷനാണ്. വേർ ZOC എന്ന് പറഞ്ഞാൽ സെൻഡിങ് end impedance when receiving end open circuited. Okay, receiving end open circuit, and ZSC is equal to sending end impedance when receiving end short circuited. Clear ആണോ? ഷോർട്ട് സർക്യൂട്ടഡ്. സോ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും വേണം നോക്കണ്ട. കാൽക്കുലേറ്റ് റൂട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 20 × 5 അല്ലേ? 25 എത്രയാണ് കൂട്ടാ? 100 10. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ക്ലിയർ ആവുണ്ടല്ലോ? ഓക്കെ. So option D is the correct answer. കേട്ടോ. ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു പുതിയൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിക്കുകയല്ല. നോർമലി നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? Z/Y മാത്രമല്ലേ? അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട്, രണ്ട് ഓപ്പൺ സെൻഡിങ് എൻ്റെ ഇമ്പിഡൻസ് ആണ്. ഒന്ന് ട്രാൻസ്മിഷൻ ലൈൻ്റെ ഒരു ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ സമയത്തുള്ള ഇമ്പിഡൻസ്, ഒന്ന് ഓപ്പൺ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഇമ്പിഡൻസ്. രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് റൂട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് യു വിൽ ഗെറ്റ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ്. ക്ലിയർ അല്ലേ കൂട്ടാ? ക്ലിയർ ആണ് സാർ. അടുത്ത the characteristic impedance of a lossless transmission line with a standard parameter RLC is given below. Very beautiful question. Characteristic impedance ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് Z/Y ആണ്. Z എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പിഡൻസ്. Y എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റൻസ്. ഇമ്പിഡൻസിന് കാരണമാകുന്ന ആളുകളാണ് R+J⍵L. അഡ്മിറ്റൻസിന് കാരണമാകുന്ന കാരണം G+J⍵. അത് അങ്ങനെ എടുക്കണ്ട, ഇങ്ങനെ എടുക്കാം. ഇമ്പിഡൻസിന് കാരണം G+J
J omega C. Clear അല്ലേ? So for lossless transmission line, lossless transmission line R equal to എന്തായിരിക്കും? 0 ആയിരിക്കും. G is equal to എന്തായിരിക്കും? 0. ഇതിന് കാരണം ഞാൻ പറഞ്ഞാൽ ഓൾറെഡി പെർഫെക്റ്റ് ഇൻസുലേറ്ററും പെർഫെക്റ്റ് കണ്ടക്ടറുമാണ്. പെർഫെക്റ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്ററിൽ ഉണ്ടാവില്ല, ലീക്കേജ് കറണ്ട് ഉണ്ടാവില്ല. ലീക്കേജ് കറണ്ട് ഉണ്ടെങ്കിൽ G ഉണ്ടാവില്ല, അവിടെ 0 ആണ്. പെർഫെക്റ്റ് കണ്ടക്ടർ ആണ്, റെസിസ്റ്റൻസ് ഇല്ലാത്ത ആളാണ്. സോ ദാറ്റ് ഇസ് R is equal to 0. ഇക്വേഷനിൽ ഇത് രണ്ടും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ZC is equal to, ആ ടൈമിൽ ZC പറയുന്ന പേരാണ് സർജ് ഇംപിഡൻസ് അല്ലെങ്കിൽ നാച്ചുറൽ ഇംപിഡൻസ് അല്ലെങ്കിൽ കാരസിക് ഇംപിഡൻസ് വിത്ത് ലോസ്ലെസ് എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ZC equal to Zn equal to നാച്ചുറൽ ഇംപിഡൻസ് അല്ലെങ്കിൽ നമ്മൾ പറയും സർജ് ഇംപിഡൻസ് അല്ലെങ്കിൽ കാരസിക് ഇംപിഡൻസ് വിത്ത് ലോസ്ലെസ് ട്രാൻസ്മിഷൻ ലൈൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഒരേ വാക്കാണ് കേട്ടോ. സർജ് ഇംപിഡൻസ് വിച്ച് ഇസ് നത്തിങ് ബട്ട് ഇക്വേഷൻ കൂട്ടാ ആറും ജിക്കും 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? J omega C divided by, sorry, J omega L divided by J omega C. അല്ല, J omega cancel ചെയ്തപ്പോൾ root of L by C. Very beautiful result. So option B is the answer. Option B is the answer. കിട്ടിയല്ലോ കഥ? കിട്ടിയല്ലോ സാർ. ഡൗട്ട് ഒന്നുമില്ല സാർ. The characteristic impedance root of L by C. The characteristic impedance of a transmission line. Very beautiful. Another question കൂട്ടാ. Increases with increase in length, decreases with the length of line, independent of the length of line. Very, very beautiful question, and this is $1 million question. ഒരുപാട് എക്സാമിന് റിപ്പീറ്റ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണത്. പക്ഷെ ഇവിടെ 1-2 എക്സാമിനെ കാണിച്ചിട്ടുള്ളൂ. ബട്ട് PSC തന്നെ കുറേ എക്സാംസിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇക്വേഷൻ. ഇറ്റ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടാ ഒരു കാര്യം മനസ്സിലാവും. ZC is equal to 1 R plus J omega L divided by G plus J omega C. ഓക്കെ, ഇതിൻ്റെ നാച്ചുറൽ ഇംപിഡൻസ് നമ്മൾ എടുത്താലും നമുക്കൊരു കാര്യം മനസ്സിലാവും. Zn is equal to root of L by C. ഇത് രണ്ടും കേട്ടാ ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ആണ് കേട്ടാ. ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ആണ്. ഫോർ എക്സാമ്പിൾ 300 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രാൻസ്മിഷൻ ലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ് 51 ഇരിക്കട്ടെ. അതായത് നിങ്ങൾ ചോദിക്കുന്നത് 600 കിലോമീറ്റർ ലെങ്ത് ഉള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ് എന്തായിരിക്കും? ഒന്നും നോക്കണ്ട, സെയിം തന്നെ ആയിരിക്കും. അത്രേ ഉള്ളൂ കാര്യം. മനസ്സിലാണ്ടോ? R പ്ലസ് J omega എല്ലും ഈ G പ്ലസ് J omega ഇതൊക്കെ ഒരൊറ്റ ആളെ ലംബ് ചെയ്ത് വെച്ച് ലെംബ്ഡ് പാരാമീറ്ററിലേക്ക് ആക്കിയിട്ടും ചെയ്യുന്ന പരിപാടിയാണ് അതൊക്കെ. ഡിസ്ട്രിബ്യൂട്ടറിലല്ല ചെയ്യുന്നത്, ലെംബ്ഡ് ആക്കിയിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ലെങ്ത് ആണ്. 100 കിലോമീറ്ററിന്റെ 100 എണ്ണം ഇങ്ങനെ വരച്ചിട്ടാണോ നിങ്ങളിത് എടുക്കുന്നത്? അല്ല, എല്ലാത്തിനും കൂടി ഒറ്റ എണ്ണം ഉള്ളത് കൊണ്ട് ഒരു T ഒരു പൈ അത്രേ ഉള്ളൂ പരിപാടി. അവിടെ നിന്നാണ് ഇതെല്ലാ ഡെറിവേഷനും ജനറേറ്റ് ചെയ്യുന്നത്. സോ സിമ്പിൾ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി എന്താ എവിടെ the characteristic impedance of a transmission line, the characteristic impedance of transmission independent of length. Clear ആണല്ലോ? ക്ലിയർ ആണ് സാർ. അടുത്തത് the propagation constant of a transmission line is, propagation constant എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നോക്കാനുള്ളത്. ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് Z by Y. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഗാമ എന്നാണ് പറയുക. ഗാമ സിക്കൽ റൂട്ട് ഓഫ് Z into Y. റൂട്ട് ഓഫ് Z into Y നെയാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് പറയുക. ദിസ് ഈസ് കോൾഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ആൻഡ് ദിസ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് J ബീറ്റ ഫോമാണ്. മനസ്സിലുണ്ടോ? ആൽഫ പ്ലസ് J പറയുന്ന ബീറ്റ ഫോമിലായിരിക്കും. ഒന്ന് ഫേസ് കോൺസ്റ്റന്റും മറ്റൊന്ന് ലോസ്ലെസ് കമ്പോണന്റ്, ലോസ് കമ്പോണന്റ് I think. So it is not that much important. This will be in the form of alpha plus J beta. Okay? And ഈ ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൂട്ടാ. സെഡിന്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ് കൂട്ടാ? സെഡ് കിട്ടുക R plus J omega L into Y എന്താ കിട്ടുന്നത്? Y G plus J omega C. നല്ല കിടക്കുന്നത് എവിടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് D നോക്കിക്കേ, സെയിം തന്നെ റൂട്ട് ഓഫ് R plus J omega L into G plus J omega C. So that is the propagation constant answer. കിട്ടിയോ? സിമ്പിൾ ആണ്. അടുത്തത്, by increasing the number of conductors in a bundle of transmission line conductors, the self GMD of the bundle. കുട്ടാ സെൽഫ്, ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളൊരു കാര്യമാണ്. സെൽഫ് GMD എന്ന് പറഞ്ഞാൽ കുട്ടാ ഇത് തന്നെയാണ് GMR എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് R dash എന്ന് പറയുന്ന സാധനം. ഇത് മറക്കരുത്.
പലതവണ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. സെൽഫ് ജി എം ഡി ജി എം ആറും സെയിം ആണോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. സോ ദിസ് ഇക്വേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബണ്ടിൽ ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ട അർത്ഥമാക്കുന്നത് ഒരു കണ്ടക്ടർ ഇതിനെ ഒരു കണ്ടക്ടറായിട്ട് ഡീൽ ചെയ്യുന്ന അർത്ഥം. സിംഗിൾ കണ്ടക്ടറായിട്ട് 3-4 കണ്ടക്ടറിനെ ചേർത്ത് വെച്ചിട്ട് ഒരു കണ്ടക്ടർ പോലെ ഡീൽ ചെയ്യിപ്പിക്കുകയാണ്. ഈ ഇത്രയും കണ്ടക്ടറിനെ ചേർത്ത് വെച്ചിട്ട് ഒരു കണ്ടക്ടർ പോലെ ഡീൽ ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ കൂടുന്ന ആരാളെന്നറിയോ? സെൽഫ് ജി എം ഡി അല്ലെങ്കിൽ ആർ ഡാഷ് എന്ന് പറയുന്ന ആളാണ് എക്സ്പാൻഡ് ആവുന്നത്. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണല്ലോ? സോ സെൽഫ് ജി എം ഡി അല്ലെങ്കിൽ ജി എം ആർ എന്ന് പറയുന്നത് എന്താവും? ഇഫ് ബണ്ടിലിംഗ് ഈസ് യൂസ്ഡ് ഇറ്റ് വിൽ ബി ഇൻക്രീസിങ്. അപ്പൊ സെൽഫ് ജി എം ഡി അല്ലെങ്കിൽ ജി എം ആർ കൂടി കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് കിട്ടും? എൽ കുറയില്ലേ? ബിക്കോസ് എൽ ഇസ് ഈക്വൽ ടു എന്താണ്? ജി എം ഡി ബൈ ജി എം ആർ. 2 × 10⁻⁷ ഉണ്ട് ln ജി എം ഡി ബൈ ഡി എം ആർ. വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. എഗെയിൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടി അവിടെ നിന്ന്. ഇൻഡക്ടൻസ് കുറയ്ക്കാനാണ് ഈ ബണ്ടിലിംഗ് ചെയ്യുന്നത്. ഇൻഡക്ടൻസ് കുറയ്ക്കാനാണ് ഈ ബണ്ടിലിംഗ് ചെയ്യുന്നത്. സിമ്പിൾ. കപ്പാസിറ്റൻസിൽ വരെ മാറ്റം വരുമോ? നോ, ബിക്കോസ് കപ്പാസിറ്റൻസ് ഈസ് നോട്ട് ജി എം ആർ. ജി എം ആറിലല്ല കപ്പാസിറ്റൻസ് കിടക്കുന്നത്. ജി എം ഡി ബൈ സിമ്പിൾ ആർ ആണ്. സിമ്പിൾ ആറാണ്. മനസ്സിലാണ്ട? അവിടെ ജി എം ആറിന്റെ കളിയൊന്നും വരുന്നില്ല അല്ലേ? ക്ലിയർ ആണ് കേട്ടോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് the self GMD of the bundle will be increasing to bundle will be increasing. കിട്ടിയല്ലോ കഥ? അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. The surge impedance value of an overhead line is ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനിന്റെ സർജ് ഇംപെഡൻസ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഇറ്റ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 400 to 600 ഓം. ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. സർജ് ഇംപെഡൻസ് UG കേബിൾ, അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയുന്നത് 1/10 ഓഫ് സർജ് ഇംപെഡൻസ് ഓഫ് ഓവർഹെഡ് അല്ലെങ്കിൽ OH കേബിൾ, OH ലൈൻ, ഓവർഹെഡ് ലൈൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് സർജ് ഇംപെഡൻസ് ഓഫ് UG കേബിൾ ഒന്ന് പറയാൻ പറ്റുമോ? ഒന്നുമില്ല കേട്ടോ. UG കേബിളിന്റെ റേഞ്ച് എന്നായിരിക്കും? ഇതിന്റെ 10% എടുക്ക്, 40 മുതൽ 60 വരെ. വെരി ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ഇത് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സർജ് ഇംപെഡൻസ് ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ, ഓവർഹെഡ് തന്നിട്ടുണ്ടാവും, അണ്ടർഗ്രൗണ്ട് എന്തായിരിക്കും ചോദിക്കാറുണ്ട്. ഈ ഒരു റേഞ്ചും പഠിക്കുക ചെയ്യണം. 400 to 600 ഓം എന്ന് പറയുന്നതാണ് സർജ് ഇംപെഡൻസ് എന്ന് പറയുന്നത്. മനസ്സിലാണ്ടോ? ഇവിടെ നിന്ന് ക്ലിയർ ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലെങ്ത് അല്ലേ? ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലെങ്ത് ആണ്. 400 to 60 ആണ്. അത്രയാണ് സർജ് ഇംപെഡൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് ഏത് ലൈൻ എടുത്തോ, ഷോർട്ട് എടുത്തോ, മീഡിയം എടുത്തോ, ലോങ് എടുത്തോ, എല്ലാത്തിലും ഇത് തന്നെ ആയിരിക്കും വാല്യൂ. ക്ലിയർ അല്ലോട്ടാ? അടുത്ത ദിവസത്തിലേക്ക് പോവാം സാർ. They are the beautiful question. The surge impedance of a 400 kilometer long overhead transmission line is 400 ohm. For a 200 kilometer length of transmission line, the surge impedance will be calculate ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം എടുത്ത് ചെയ്ത് കൂട്ടാ. 400 ഓം കിട്ടി. സെയിം എടുത്ത് ചെയ്ത് കൂട്ടാ. 400 ഓം കിട്ടിയില്ലേ? ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, സർജ് ഇംപെഡൻസ് ഉള്ളത് നാച്ചുറൽ ഇംപെഡൻസ് ആണ്, കാറ്റലിസ്റ്റ് ഇംപെഡൻസ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലെങ്ത്തിനും കൂടി ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ലെങ്ത് ആണ് കേട്ടാ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കൂട്ടാ. The voltage at the two ends of a line are 132 kV and its reactance is 40 ohm. The capacity of the transmission line. Very beautiful question again. So I already told you that the capacity of the transmission line എന്തായിരിക്കും? ട്രാൻസ്മിഷൻ ലൈൻ ആവട്ടെ, ഇപ്പം നിങ്ങൾ ഓൾട്ടർനേറ്റർ ഒക്കെ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഒരു മെഷീന് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന പവർ ഔട്ട്പുട്ട് P/XS × sin delta കൊണ്ട് പഠിക്കും കേട്ടോ. അതും ഇതിൻ്റെ തന്നെ ഒരു വകഭേദമാണ് കേട്ടോ ഇക്വേഷൻ. സോ കപ്പാസിറ്റി ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഡിവൈഡ് ബൈ P ട്രാൻസ്മിഷൻ ഈസ് ഗിവൺ ബൈ എന്നോട്ടാ EV/X × sin delta അല്ലേ? അതാണല്ലോ ബേസിക് ഇക്വേഷൻ. ഇതിൽ സെൻഡിങ് എൻഡിൻ്റെയും റിസീവിങ് എൻഡിൻ്റെയും രണ്ടും എൻഡിലും വോൾട്ടേജ് 132 kV തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൂട്ടാം. 132 kV × 132, 2 കേവുകളും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10⁶ ഡിവൈഡ് ബൈ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 40. കറക്റ്റ് അല്ലേ? എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 40 അല്ലേ? അല്ല 40. വേറൊന്നും പ്രത്യേകിച്ച് തന്നിട്ടില്ലല്ലോ അല്ലേ? The voltage at the two ends of the transmission line or the reactance is what ohm. The capacity of the line is, they are indicating the maximum capacity. പ്രത്യേകിച്ച് ഡെല്ലിന്റെ വാല്യൂ ഒന്നും തന്നില്ലെങ്കിൽ you can take like
നോക്കൂടെ 132 kV ആണ് രണ്ട് എൻഡിൽ കേട്ടോ. വേറൊരു ബ്യൂട്ടിഫുൾ തിങ് കൂടെ പറഞ്ഞുതരാം. ദ വോൾട്ടേജ് അറ്റ് ദ ടു എൻഡ്സ് ഓഫ് ദ ലൈൻ ആർ സെയിം. അപ്പോൾ സെൻഡിങ് എൻഡ് വോൾട്ടേജ് റിസീവ് എൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദെയർ വിൽ നോട്ട് ബി എനി ദാറ്റ് ഡെല്ലില്ലേ, ഈ ഡെല്ലിന്റെ വാല്യൂ ഈ സൈൻ ഡെൽ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും ആ ടൈമിൽ. സൈൻ ഡെൽ വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. ബിക്കോസ് സെൻഡിങ് എൻഡും റിസീവിങ് എൻഡും എന്താണ് ഒരു മാക്സിമം അത് തന്നെ ഇവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല അവർ. സൈൻ ഡെൽറ്റൻ്റെ കാര്യമോ ആംഗിൾ ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ദിറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് 1. ഇപ്പോൾ ഡയറക്റ്റ് EV/XS മാത്രം ചെയ്താൽ മതി. ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ഉത്തരം യു വിൽ ഗെറ്റ് ക്ലിയർലി 435 മെഗാവാട്ട്. ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇങ്ങനെയുള്ള ടൈപ്പ് പ്രോബ്ലംസ് ഒന്നും വരില്ല ഫോർ സബ് ജനറേഷൻ. ബട്ട് എനിഹൗ നമുക്കത് പഠിച്ചു വെക്കാം കേട്ടോ. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലോട്ടോ? ക്ലിയർ അല്ലേ? സോ ദ വോൾട്ടേജ് ദി ടു എൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫോർമർ V²/XS EV/XS രണ്ടും സെയിം വോൾട്ടേജ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. സൈൻ ഡെൽറ്റൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കാം. പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ എ ട്രാൻസ്മിഷൻ ലൈൻസ് ഓൺ ഹൈ വോൾട്ടേജ്. ബിക്കോസ് ഹൈ വോൾട്ടേജിൽ എന്തിനു കൂട്ടാ ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം? നമ്മൾ കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്നതാണ് അല്ലേ? ഐ തിങ്ക് ഒരു +1 +2 മുതൽ തന്നെ ഇതിൻ്റെ ഈ സംഗതി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ്? ബോത്ത് കണ്ടക്ടർ കോസ്റ്റ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് എഫിഷ്യൻസി ഈസ് ഇൻക്രീസ്ഡ് അല്ലേ? പവർ ഈസ് ട്രാൻസ്മിറ്റ് ഓവർ ട്രാൻസ്മിറ്റ് ലൈൻ ഓൺ ഹൈ വോൾട്ടേജ് മീൻസ് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ അവിടുത്തെ ആ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടാണല്ലോ സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ കറണ്ട് വളരെ കുറവായിരിക്കും. കറണ്ട് വളരെ കുറവാകുമ്പോൾ കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ വളരെ കുറവ് മതി. കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ കുറയുന്നതുകൊണ്ട് കറണ്ട് കുറഞ്ഞിട്ടാണല്ലോ അത് ഡയമീറ്റർ കുറയ്ക്കുന്നത്. അപ്പോൾ കറണ്ട് കുറയുന്നുണ്ട്. കറണ്ട് കുറയുമ്പോൾ I²R ലോസ് കുറയും. I²R ലോസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കൂടി. കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കണ്ടക്ടർ, വണ്ണം കുറഞ്ഞ കണ്ടക്ടർ മതി എനിക്ക് പൈസയും ലാഭിക്കാം. എനിക്ക് ഇൻ ദ സെൻസ് ആരാണോ പവർ ഡിസ്ട്രിബ്യൂഷനോ അവർക്ക്. So both conductor cost is reduced and efficiency is increased. So that is the fine answer. Clear നോട്ടാ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പാരാമീറ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലൂടെ എന്തായാലും കടന്നു പോകണം. കൂടുതൽ ചോദ്യങ്ങൾ പരമാവധി നിങ്ങൾ കിട്ടുന്നത് ചെയ്ത് പഠിക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വിടരുത് കേട്ടോ. ഇതെല്ലാം ഇച്ചിരി ഇപ്പം നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം ഞാൻ എടുത്തത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിക്കണം. എല്ലാം നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഐഡിയ കൊണ്ട് നമുക്ക് ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീവിയസ് ഇയർ ഏതെങ്കിലും ബുക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇത് കോമ്പറ്റീഷൻ ടൈംസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ബുക്ക്. എൻ്റെ സ്റ്റുഡൻസിനെല്ലാം ഞാൻ അത് തന്നെ പ്രിഫർ ചെയ്തത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. നിങ്ങൾ പോയിട്ടുള്ള ആളുകൾക്ക്, അതിൽ കൂടെ ഒന്ന് കടന്നു പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അതിന് പകരം വെക്കാൻ ഒരു ബുക്ക് സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ബുക്കാണ്. സോ യു ക്യാൻ ഓൾസോ ബൈ ദാറ്റ്. നമ്മുടെ മറ്റേ ഇതിനകത്തുണ്ട് കേട്ടോ, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അതിൻ്റെ ഉണ്ട്. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിൻ്റെ ജെയുടെ വോളിയം 1ഉം വോളിയം 2ഉം വാങ്ങിക്കുക. ഇത് കഴിഞ്ഞ് അടുത്ത ബാച്ച് നമ്മൾ എയുടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എയുടെയും വേണമെങ്കിൽ അതിനകത്ത് വാങ്ങിക്കാം. നല്ല ബുക്കുകളാണ്. എയിനേക്കാളും നല്ല ബുക്കാണ് ജെയുടെ. കാരണം ജെയ്ക്ക് കുറേ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് കൂടുതലുണ്ട്. എയുടെ എന്ന് പറയുമ്പോൾ കുറേ കൂടി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബുക്കാണത്. ജെയുടെ ബുക്ക് നന്നായി പഠിച്ചിട്ട് എയുടെ ബുക്ക് പഠിച്ചാലേ നമുക്ക് അതിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് ഒന്ന് മുകളിലേക്ക് പോകുള്ളൂ. കാരണം എയുടെ ബുക്ക് വായിച്ചവർക്ക് അറിയാൻ പറ്റും. എയുടെ ബുക്ക് കുറേ പ്രോബ്ലമാറ്റിക് കൺസെപ്റ്റുകളും കുറച്ച് ഡെറിവേഷനും കുറച്ച് സ്റ്റാൻഡേർഡാണ്. കുറച്ചുകൂടി മുകളിലേക്ക് കയറിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിനകത്ത് കാണാൻ പറ്റുക. അപ്പോൾ ജെയുടെ ബുക്ക് പക്ക പഠിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് കടന്നാൽ ഈസി ആയിരിക്കും കേട്ടോ. സോ വാങ്ങിക്കുക. താങ്ക് യു സോ മച്ച്.